വൈകുന്നേരത്തോടെ ജിത്തുവിനെയും കൂട്ടി ലക്ഷ്യയും ശിവനും ഹോസ്പിറ്റലിലേക്ക് പോയി. അവൻ്റെ സ്റ്റിച്ച് ഇളുക്കാനായി. വണ്ടി ഓടിച്ചത് ശിവനായിരുന്നു. പിന്നിലെ സീറ്റിൽ ലക്ഷ്യയുടെ തോളിൽ തല ചായ്ച്ച് അവളെ ചുറ്റി പിടിച്ചിരുന്നു ജിത്തു. ഒരു ചിരിയോടെ അവളും. ഇരുവരെയും മിററിലൂടെ നോക്കി ശിവൻ വണ്ടി മുന്നോട്ട് ഓടിച്ചു. പോകുന്ന വഴിയിൽ കാറിലെ FM-ലൂടെ ശശാങ്കനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയും അവർ അറിഞ്ഞിരുന്നു. ഹോസ്പിറ്റലെത്തി ജിത്തുവിനെ അകത്തേക്ക് കൊണ്ടുപോയി. അക്ഷമയോടെ അവർ കാത്തിരുന്നു. അല്പം കഴിഞ്ഞതും ഒരു നേഴ്സ് വന്ന് അവനെയും കൂട്ടി അകത്തേക്ക് പോയി. ശിവനോടൊപ്പം ലക്ഷ്യ പുറത്തിരുന്നു. അവൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. അതെല്ലാം ജിത്തുവിന് വേദനിക്കുമോ എന്നോർത്തായിരുന്നു. പേടിയോടെ അവൾ താലിയിൽ മുറുക്കെ പിടിച്ചു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ ശിവൻ ഒരു ചിരിയോടെ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞതും ജിത്തു തിരികെ വന്നു. ഡോറ് തുറന്നിറങ്ങി വരുന്ന ജിത്തുവിനെ കണ്ടതും ലക്ഷ്യ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. വേദനയുണ്ടോ ഇന്ദ്രേട്ടാ? പേടിയോടെ ചോദിക്കുന്ന പെണ്ണിനെ വാത്സല്യത്തോടെ നോക്കി അവൻ. ഇല്ലല്ലോ. അവളുടെ തോളിലൂടെ കൈ ചേർത്തുകൊണ്ട് അവൻ അവളെയും ശിവനെയും കൂട്ടി തിരിഞ്ഞു നടന്നു. ഇന്ദ്രേട്ടാ, ക്ഷീണം തോന്നുന്നുണ്ടോ? കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൾ വീണ്ടും ചോദിച്ചു. ഇല്ലെൻ്റെ പെണ്ണെ, എനിക്കൊന്നുമില്ലടി. ദേ നോക്ക്, ഞാൻ ഉഷാറല്ലേ? അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇരുവരും കാറിൽ കയറിയതും ശിവൻ വണ്ടി മുന്നോട്ടെടുത്തു. ലക്ഷ്യയുടെ തോളിൽ തല ചായ്ച്ചിരുന്നു ജിത്തു. തന്നെയോർത്ത് പേടിയോടെ ഇരിക്കുന്ന ലക്ഷ്യയെ അവൻ കാണെ അവനിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു പൊങ്ങാൻ തുടങ്ങിയിരുന്നു. വേവലാതിയോടെ ചുളിയുന്ന ആ കുഞ്ഞു മുഖവും തൻ്റെ കൈകളെ വിടാതെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ കുഞ്ഞു കൈകൾ ഇടയ്ക്കിടെ വിറകൊള്ളുന്നത് അവൻ അറിഞ്ഞിരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ ഇപ്പൊ പൊട്ടുമെന്ന പോലെയാണ് ഇരിപ്പ്. അവനിൽ നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇത്രയും നിഷ്കളങ്കമായ അവളിലെ ഓരോ ഭാവവും അവനെ വല്ലാതെ അവളോട് അടുപ്പിച്ചിരുന്നു. ലക്ഷ്യ, കുറുമ്പോടെ അവളുടെ കാതിൽ അവൻ വിളിക്കവേ അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ അവൾ ചുണ്ടു വിതുമ്പിക്കൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. ഇന്ദ്രേട്ടാ. ഇടർച്ചയോടെയുള്ള ആ ഒച്ച കേൾക്കെ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. വേദനിക്കുന്നുണ്ടോ ഇന്ദ്രേട്ടാ? വിതുമ്പിക്കൊണ്ട് വീണ്ടും ചോദിച്ചു ലക്ഷ്യ. ഈ പെണ്ണ്. ജിത്തു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ ചുംബിച്ചു. അവൾ ഒന്നുകൂടി അവനെ ചുറ്റിപ്പിടിച്ചു. കരഞ്ഞാലിപ്പോൾ എൻ്റേന്ന് മേടിക്കും നീ? വീണ്ടും വിതുമ്പുന്നവൾ ചെവിയിലായി പറഞ്ഞു ജിത്തു. പെട്ടെന്ന് അവൾ അവൻ്റെ ഷർട്ടിന് ബട്ടൺ അടിച്ച് നെഞ്ചിലായൊന്ന് ചുണ്ടമർത്തി. പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിൽ അവൻ ശ്വാസം നിലച്ചതുപോലെ തോന്നി. പെണ്ണെ, വേണ്ട. അവൻ പറയവേ അവൾ കുറുമ്പോടെ വീണ്ടും അവൻ്റെ നെഞ്ചിലായി ചുംബിച്ചു. വേണ്ട പെണ്ണെ, അളിയനുണ്ട്, എൻ്റെ കൺട്രോൾ പോകും. അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കവിൾ ചേർത്ത് വെച്ചിരുന്നു. അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. ഇതെല്ലാം കണ്ടെങ്കിലും കാണാത്ത മട്ടിൽ ശിവൻ ചുണ്ടിൽ വിരിഞ്ഞൊരു പുഞ്ചിരിയോടെ വണ്ടി മുന്നോട്ട് ഓടിച്ചു. വീട്ടിലെത്തുന്നവരെ ലക്ഷ്യ ജിത്തുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജിത്തുവും ഇരുന്നു. ത്രയംബകത്തിലെത്തി വണ്ടി നിർത്തിയതും ജിത്തു ലക്ഷ്യയെ തട്ടി വിളിച്ചു. അവൾ ഡോറ് തുറന്നിറങ്ങി ജിത്തുവിനെ പിടിച്ചിറക്കി. ശിവൻ ഒരു ചിരിയോടെ കീയും കറക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. പിന്നാലെ ലക്ഷ്യയുടെ കൈയും പിടിച്ച് ജിത്തുവും നടന്നു. 2 ദിവസം കൂടി നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു ഡോക്ടർ. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ലക്ഷ്യ അവനെ പൊതിഞ്ഞു പിടിച്ചു നടന്നു. അവനെ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവളുടെ ഓരോ ചെയ്തികളും അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചിരുന്നു. അവൻ്റെ കുസൃതിയോടെയുള്ള ചിരിയും കളിയുമെല്ലാം അവളും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ശിവനും ഇന്ദുവും പ്രണയിച്ചുകൊണ്ടിരുന്നു. കണ്ണൻ്റെ കുസൃതികൾ ആസ്വദിച്ചുകൊണ്ട് ലക്ഷ്മിയും രവിയും മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കിടെ ഓഫീസ് കാര്യങ്ങൾക്കായി ബാംഗ്ലൂർ പോകുന്നതുമുണ്ടായിരുന്നു. ശിവൻ ജിത്തുവിനെ ട്രോളിങ്ങും ലക്ഷ്യയെ കളിയാക്കിയും നടന്നു. അങ്ങനെ ജിത്തുവിൻ്റെ മുറിവെല്ലാം പൂർണ്ണമായി മാറി. അവൻ പഴയ പോലെ ഉഷാറായി. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ലക്ഷ്യ തന്നെയായിരുന്നു. എങ്കിലും അവളിൽ വല്ലാത്ത വെപ്രാളവും പരവേശവും കൂടിയിരുന്നു. കാരണം വേറൊന്നുമല്ല, ജിത്തുവിൻ്റെ കയ്യിലിരിപ്പ് തന്നെ. ഹാളിൽ എല്ലാവരോടൊപ്പം ഇരിക്കുമ്പോഴും ആരും കാണാതെ ലക്ഷ്യയുടെ സാരിക്കിടയിലൂടെ കൈകടത്തി വയറിൽ തഴുകും. അല്ലെങ്കിൽ ആരും കാണാതെ കവിളിൽ ഉമ്മ വയ്ക്കുന്നതും. അതുമല്ലെങ്കിൽ കാണുമ്പോൾ അവളെ നോക്കി കണ്ണിറുക്കി കാട്ടി ചുണ്ടുകൂട്ടി ഉമ്മ വയ്ക്കുന്നതുമൊക്കെ അവളിൽ വെപ്രാളം നിറച്ചിരുന്നു. ഒടുവിൽ അവനെ അഭിമുഖീകരിക്കാൻ വയ്യാതെ അവന് മുഖം കൊടുക്കാതെ ഓടി ഒളിക്കുമായിരുന്നു ലക്ഷ്യ. അങ്ങനെ ഒരു ദിവസം, ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഓഫീസിൽ പോകാനായി ഒരുങ്ങുവാണ് ജിത്തു. രാവിലെ അവനുള്ള ചായ അവൻ കുളിക്കാൻ പോയ നേരത്തെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് പെണ്ണ് മുങ്ങിയിരുന്നു. കുളിച്ചിറങ്ങിയപ്പോൾ അത് തണുത്തിരുന്നു. അതുകൊണ്ട് അവനത് കുടിച്ചില്ല. അവൻ കണ്ണാടിക്ക് മുന്നിൽ നിന്നും റെഡിയാകുമ്പോഴും അവൾ വരുമോ എന്നോർത്തു അവൻ വാതിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഏറെ നേരമായിട്ടും അവളെ കാണാത്തതിൽ ജിത്തുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ലക്ഷ,
മുറിയിൽ നിന്നുള്ള ജിത്തുവിൻ്റെ അലർച്ച കേട്ട് അടുക്കളയിലായിരുന്ന ലക്ഷ്യയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് നിലത്തേക്ക് വീണു. ലക്ഷ്മിയും ഇന്ദുവും ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കവേ ആള് അപ്രത്യക്ഷമായിരുന്നു. അവൾ അല്പം പരിഭ്രമത്തോടെയും പേടിയോടെയും മുകളിലേക്ക് ഓടിക്കിതച്ച് മുറിയിലെത്തുമ്പോൾ കാണുന്നത് മേശയിൽ ചാരി നെഞ്ചത്ത് കൈപിണച്ച് കെട്ടി വാതിലേക്ക് നോക്കി ദേഷ്യത്തിൽ നെറ്റിച്ചുളിച്ച് നിൽക്കുന്ന ജിത്തുവിനെ ആയിരുന്നു. എന്ത് ഇന്ദ്രേട്ടാ? പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റം കണ്ടൊരു പേടിയോടെ അവൾ ചോദിച്ചു. ഞാൻ നിന്റെ ആരാടി? എടുത്തടിച്ചതുപോലെ മറു ചോദ്യം ചോദിച്ചു ജിത്തു. ഇന്ദ്രേട്ടൻ, അവൾ അല്പം പേടിയോടെ പറഞ്ഞു. എന്നുവെച്ചാ? അവൻ്റെ ഒച്ച ഒരിക്കൽ കൂടി ഉയർന്നു. ഇന്ദ്രേട്ടൻ എൻ്റെ ഭർത്താവ്. പേടിയോടെ സാരി തുമ്പിൽ വിരൽ കോർത്ത് കറക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു ലക്ഷ. ഓ, അപ്പോൾ നിനക്കത് ഓർമ്മയുണ്ടല്ലേ? പിന്നെ നീ എന്തിനാ എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നത്? അവൻ അല്പം കടുപ്പിച്ച് ചോദിച്ചു. അത് പിന്നെ എന്തുത്തരം അവന് നൽകുമെന്നറിയാതെ കുഴങ്ങിയിരുന്നു അവൾ. എനിക്ക് മനസ്സിലാവും ലക്ഷ, ഞാൻ നിന്നെ തൊടുന്നതും പിടിക്കുന്നതൊന്നും നിനക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ? പെട്ടെന്ന് ജിത്തു ചോദിക്കെ അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇന്ദ്രേട്ട, ഞാൻ അങ്ങനെയൊന്നും. അവൾ മുഴുമിപ്പിക്കാൻ അനുവദിക്കാതെ അവൻ്റെ ഒച്ച ഉയർന്നു. വേണ്ട ലക്ഷ, ഐ ആം സോറി. നീ എൻ്റെയാണെന്നുള്ള ഉറപ്പിലാണ് ഞാൻ. ഇനി ഒരിക്കലും ഞാൻ നിന്റെ സമ്മതമില്ലാതെ നിന്നെ തൊടില്ല. എന്നെ പേടിച്ച് നീ മുറിയിൽ വരാതിരിക്കണ്ട, ഞാൻ മാറി തന്നേക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ജിത്തു ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലക്ഷ അവൻ പറഞ്ഞ വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയി. ഇന്ദ്രേട്ട, അവനെ വിളിക്കാനായി പിന്നാലെ ഓടിയവൾ സ്റ്റെപ്പിലെ കാലെടുത്ത് വയ്ക്കവേ പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി. സ്റ്റെപ്പിൽ കാല് തന്നെ താഴേക്ക് ഉരുണ്ട് നീങ്ങി. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ തലയടിച്ച് അവൾ നിലത്തേക്ക് വീണു. പെട്ടെന്നുള്ള ഇടിയുടെ ആഘാതത്തിൽ അവളുടെ തല പൊട്ടി ചോര ഒഴുകിയിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടതും അടുക്കളയിലായിരുന്ന ഇന്ദു ഹാളിലേക്ക് വന്നു നോക്കി. അവിടെ കണ്ട കാഴ്ചയിൽ അവൾക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി. ലക്ഷ, അലറി വിളിച്ചിരുന്നു ഇന്ദു. പെട്ടെന്ന് ബൈക്കിൽ കയറി മുന്നോട്ട് ഓടിച്ച ജിത്തു അകത്തു നിന്നും ഇന്ദുവിൻ്റെ അലർച്ച കേട്ട് ബൈക്ക് അവിടെയിട്ട് അകത്തേക്ക് ഓടി. ഹാളിൽ ഇന്ദുവിൻ്റെ മടിയിൽ ബോധമില്ലാതെ തലയിൽ നിന്നും ചോരയൊലിപ്പിച്ച് കിടക്കുന്ന ലക്ഷയെ കണ്ട് അവൻ്റെ നെഞ്ചു പിടഞ്ഞു. അവൻ ഓടിച്ചെന്ന് അവളെ തൂക്കിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ലക്ഷ മോളെ. കാറിൽ അവളെ കിടത്തിയതും ഇന്ദു അമ്മയും ഓടിച്ചെന്ന് കയറി. ജിത്തു വണ്ടി മുന്നോട്ടെടുത്തു. കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ. കണ്ണുനീർ കാഴ്ചയെ മറച്ചപ്പോഴും വാശിയോടെ തുടച്ചെടുത്തുകൊണ്ടവൻ വണ്ടി മുന്നോട്ട് ഓടിച്ചു. ഒടുവിൽ ഹോസ്പിറ്റലിലെത്തിയവൻ ലക്ഷയെ തൂക്കിയെടുത്ത് അകത്തേക്ക് ഓടി. അവളെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. പിന്നാലെ ഡോക്ടറും നേഴ്സും പോയിരുന്നു. എല്ലാവരും പേടിയോടെയും തളർച്ചയോടെയും ചെയറിലേക്കിരുന്നു. ഇന്ദു അപ്പോൾ തന്നെ ശിവനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. രാവിലെ വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ദേവയെയും സഞ്ജുവിനെയും വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. തൻ്റെ ആമയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി എന്നറിഞ്ഞതും ഇരുവരും അങ്ങോട്ടേക്ക് തിരിച്ചിരുന്നു. സഞ്ജുവും ദേവയും ഹോസ്പിറ്റലിലെത്തി. ഇന്ദുവിനോട് ചോദിച്ചു. അവർ കാഷ്വാലിറ്റിയുടെ മുന്നിലേക്ക് നടന്നു. അവിടെ ചെയറിൽ തളർന്നിരുന്നവർ ഇരുവരെയും നോക്കി. ജിത്തു അപ്പോഴും ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നതേയുള്ളൂ. ജിത്തു. സഞ്ജു അവൻ്റെ തോളിൽ കൈചേർത്ത് വിളിക്കവേ അവൻ പൊട്ടിക്കരച്ചിലോടെ സഞ്ജുവിനെ ചുറ്റിപ്പിടിച്ചിരുന്നു. ജിത്തു, എൻ്റെ മോള്. സഞ്ജു കണ്ണീരോടെ അവനെ നോക്കി. ജിത്തു എന്തോ പറയാനായി നാവുയർത്തിയതും ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തിറങ്ങിയതും ഒരുമിച്ചായിരുന്നു. ആരാ ഇന്ദ്രേട്ടൻ? ഡോക്ടർ ചോദിക്കവേ അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഞാനാ. ജിത്തു മറുപടി നൽകി. പേടിക്കാനൊന്നുമില്ല, കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പിൽ നിന്നും താഴെ ഇറങ്ങാൻ തുടങ്ങവേ തലചുറ്റി, അത്രയേ ഉള്ളൂ. ആ, ഇയാൾ പോയി കണ്ടോളൂ, ലക്ഷ അന്വേഷിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതും അവൻ എല്ലാവരെയും ഒന്ന് നോക്കി അകത്തേക്ക് നടന്നു. ഡോക്ടർ, മോൾക്ക്? സഞ്ജു പേടിയോടെ ഒരിക്കൽ കൂടി ചോദിച്ചു. നത്തിങ് ടു വറി. ഞാൻ പറഞ്ഞില്ലേ, പടിയിൽ കാലെടുത്ത് വെച്ചപ്പോൾ തലചുറ്റി വീണു. പിന്നെ വീഴ്ചയിൽ ചെറിയ മുറിവുണ്ടായി. തലയ്ക്കത് പേടിക്കാനുള്ളതൊന്നുമില്ല. അത് 2 ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ക്യാബിനിലേക്ക് നടന്നു. ജിത്തു അകത്തേക്ക് ചെല്ലുമ്പോൾ ലക്ഷ ബെഡിൽ കിടക്കുമായിരുന്നു. തലയിൽ ഡ്രസ് ചെയ്തിട്ടുണ്ട്. കണ്ണും തുറന്ന് സീലിങ്ങിലേക്ക് നോക്കി കിടക്കുവാണ്. കണ്ടപ്പോൾ ജിത്തുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കാലടി വെച്ച കേൾക്കെ അവൾ മുഖം തിരിച്ചു നോക്കി. നിറമിഴികളോടെ നിൽക്കുന്ന ജിത്തുവിനെ കണ്ടതും അവളുടെ ചുണ്ടുകളും വിതുമ്പി. കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഇന്ദ്രേട്ടാ. ചുണ്ട് വിതമ്പിക്കൊണ്ട് വിറയിലോടെ വിളിക്കുന്നവളെ അവൻ വാരി പുണർന്നിരുന്നു. ലക്ഷ, സോറിടാ. സോറി മോളെ, ഞാൻ അറിയാതെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ജിത്തു. ഇന്ദ്രേട്ട, എന്നെ വിട്ടിട്ട് പോവല്ലേ ഇന്ദ്രേട്ട. എനിക്ക് ആരുമില്ല. ഇന്ദ്രേട്ടൻ പോയാൽ ഞാൻ ചത്തുപോകും. എനിക്കിഷ്ടമാണ് ഇന്ദ്രേട്ടനെ, എനിക്കിഷ്ടവാ. എന്നോട് പിണങ്ങല്ലേ.
പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ചവൾ കരഞ്ഞു. ഇല്ലടാ, സോറി, ഇനി പോവില്ല. എൻ്റെ ലക്ഷ്യം വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. അവനും കരയുമായിരുന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾക്കിടയിലും അവളുടെ കഴുത്തിലും മുഖത്തുമെല്ലാം ചുംബിച്ചു ജിത്തു. ചുണ്ട് വിതുമ്പിക്കൊണ്ട് അതെല്ലാം ഏറ്റുവാങ്ങിയിരുന്നു ആ പെണ്ണ്. വൈകുന്നേരം ലക്ഷ്യയെ തിരികെ ത്രയംബകത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവരോടൊപ്പം ദേവയും സഞ്ജുവും പോയിരുന്നു. ലക്ഷ്യയെ താങ്ങിയെടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി ജിത്തു. അവളെ ബെഡിൽ സൂക്ഷിച്ച് കിടത്തി നിവരാൻ തുനിയവേ അവൾ ജിത്തുവിൻ്റെ കയ്യിൽ പിടിച്ചു. എന്താ ലക്ഷ്യ? അവൻ സംശയത്തോടെ ചോദിച്ചു. എൻ്റെ കൂടെ ഇരിക്കുമോ ഇന്ദ്രേട്ടാ? പ്രതീക്ഷയോടെ അവൾ ചോദിച്ചതും അവനൊരു പുഞ്ചിരിയോടെ ബെഡിൽ ഹെഡ് റെസ്റ്റിൽ ചാരി അവളെ പയ്യെ എണീറ്റ് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. അവനൊരു ചിരിയോടെ അവളുടെ മുതുകിൽ തലോടി. ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. മൗനമായിരുന്നു അവർക്കിടയിൽ. പതിയെ പതിയെ അവൾ മയക്കത്തിലേക്ക് വീണിരുന്നു. ഉറക്കം വിട്ട് ലക്ഷ്യം ഉണരുമ്പോൾ ജിത്തു അടുത്തുണ്ടായിരുന്നില്ല. അവൾ പതിയെ എണീറ്റിരുന്നു. അല്പം കഴിഞ്ഞ് താഴേക്ക് പോകാനായി വാതിൽ തുറന്ന് പുറത്തിറങ്ങിയതും കണ്ടു ഹാളിലിരുന്ന് സഞ്ജുവിനോട് വർത്താനം പറയുന്നവനെ. അവൾ കണ്ണിമ ചിമ്മാതെ അവനെ തന്നെ നോക്കി നിന്നു. ഇന്ദ്രേട്ടനിപ്പോൾ എത്രത്തോളം ഹാപ്പിയാണ്. ഒരുപാട് വേദന അനുഭവിച്ചനായിരുന്നു എൻ്റെ ഇന്ദ്രേട്ടൻ. ഞാൻ കാരണം ഒത്തിരി വേദനിച്ചിട്ടുണ്ട്, പാവം. ഇനിയൊരിക്കലും എൻ്റെ ഇന്ദ്രേട്ടനെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിക്ക് എൻ്റെ ഇന്ദ്രേട്ടനാണ് വലുത്, ഇന്ദ്രേട്ടൻ്റെ സന്തോഷം. അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി അവളിലേക്കും പടർന്നിരുന്നു ആ നേരം.